സോ വെൽക്കം ബാക്ക് F1ൻ്റെ മറ്റൊരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ എപ്പിസോഡിലേക്ക്. അപ്പോൾ നമ്മളൊരു ഫോമുല 1 റേസ് കാണുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ റേസേഴ്സിന് എങ്ങനെയാണ് ഈ പൊസിഷൻസ് P1, P2, P3 അല്ലെങ്കിൽ പൊസിഷൻ 1, 2, 3 എന്നുള്ളത് കിട്ടുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടുന്നത് ക്വാളിഫയിങ് സെഷൻസിലൂടെയാണ്. സാധാരണ ഒരു റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 24 hours അല്ലെങ്കിൽ ഒരു ദിവസത്തിന് മുൻപായിട്ടാണ് ഈ ക്വാളിഫയിങ് സെഷൻസ് അവർ കണ്ടക്ട് ചെയ്യുന്നത്, അതായത് FIA കണ്ടക്ട് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ക്വാളിഫയിങ് സെഷൻസ് ഇത്ര ഇമ്പോർട്ടൻറ്റ്? നമ്മൾ ആ സ്റ്റാർട്ടിംഗ് ഗ്രിഡ് നോക്കിയാൽ P1-ൽ നിൽക്കുന്ന കാറിൽ നിന്ന് P3-ലോട്ടുള്ള കാറിലേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 8 മീറ്ററാണ്. ഇത് ചെറിയ ചെറിയ ട്രാക്കുകൾ, അതായത് ട്രാക്ക് എന്ന് വെച്ചാൽ സർക്യൂട്ടുകളിൽ വളരെ അഡ്വാൻറ്റേജ് ആണ് കൊടുക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ സ്ട്രീറ്റ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു റേസ് നടക്കാനായിട്ടുള്ള ഒരു സർക്യൂട്ട് എന്ന് വെച്ചാൽ ഈ F1 റേസിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സർക്യൂട്ടായിരിക്കും. അവിടെ മറ്റുള്ള റേസ് നടക്കും, ഇത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ട്രീറ്റ് സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ ബാക്കു അല്ലെങ്കിൽ മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് എല്ലാം നടക്കുന്നത് സ്ട്രീറ്റുകളിലാണ്. അതായത് അവിടുത്തെ സിറ്റിയിലെ റോഡുകൾ ഈ ഒരു റേസിന് വേണ്ടി അവർ റെഡിയാക്കി എടുത്തിട്ട് അവിടെ നടത്തുന്ന റേസുകളാണ് സ്ട്രീറ്റ് സർക്യൂട്ട്സിൽ നടക്കുന്ന റേസുകൾ. സോ ഇതുകൂട്ടുള്ള സ്ട്രീറ്റുകളിലെ റോഡുകൾക്ക് വളരെ വീതി കുറവായിരിക്കും, പിന്നെ അതിൻ്റെ വളവുകൾ ഭയങ്കര നാരോ ആയിരിക്കും. സോ ഇവിടെയൊക്കെ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന നഷ്ടങ്ങളും വളരെ അധികമാണ്. കാരണം ഈ ഒരു ഫോമുല 1-ലെ കാറൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഏകദേശം 2 മില്യൺ ആണ് ഒരു കാറിൻ്റെ വിലയൊക്കെ. സോ അത്രയ്ക്കും റിസ്ക് എടുത്ത് കാറും ക്രാഷ് ചെയ്ത് ഒരു ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കണ്ടെത്താനോ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ P1-ൽ എത്തുന്ന ഒരു ഡ്രൈവറിന് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് 1-ാം സ്ഥാനത്ത് എത്താനായിട്ട് വളരെ ഈസി ആയിരിക്കും. മാത്രമല്ല വലിയ സർക്യൂട്ടുകൾ, അതായത് വലിയ റേസിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സർക്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കാറിനാണെങ്കിൽ അവർക്ക് എപ്പോഴും ഫ്രഷ് എയർ ആയിരിക്കും കിട്ടുക മുമ്പിൽ നിന്ന്. അത് കാറിൻ്റെ എയറോഡൈനാമിക്സിനെ നല്ല പോസിറ്റീവായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. സോ അവർക്ക് ആ എയറോഡൈനാമിക്സ് യൂസ് ചെയ്ത് മാക്സിമം സ്പീഡിൽ പോകാനും പറ്റും. സോ ഇതാണ് P1 കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ P2 കിട്ടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. സോ ഈ ക്വാളിഫയിങ് സെഷൻസിൻ്റെ ക്വാളിഫയിങ് സെഷൻസ് ഇനി എത്ര തരത്തിലുണ്ട്, അല്ലെങ്കിൽ ക്വാളിഫയിങ് സെഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ക്വാളിഫയിങ് സെഷൻസ് പ്രധാനമായിട്ടും 3 തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് Q1, Q2, Q3. സോ Q1, Q2, Q3 എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് 3 റേസുകളായിട്ടല്ല. സപ്പോസ് നമുക്ക് ഈ ലാസ്റ്റ് നടന്ന കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് തന്നെ നോക്കാം. കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ടോട്ടൽ 20 ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു. സോ ആ 20 ഡ്രൈവേഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരുമിച്ചാണ് Q1 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ക്വാളിഫയിങ്ങിലോട്ട് പോകുന്നത്. ആ ക്വാളിഫയിങ്ങിൽ അവർ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു 18 മിനിറ്റ് കൊടുക്കും. ഈ 18 മിനിറ്റിൽ അവർക്ക് അവരുടെ ബെസ്റ്റ് ടൈം അവർക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവസാനം വരുന്ന 5 പേര്, അതായത് 20 പേരിൽ സ്ലോവസ്റ്റ് ആയിട്ടുള്ള 5 പേര് ഈ Q1 എന്ന് പറയുന്ന ഈ എലിമിനേഷൻ റൗണ്ടിൽ നിന്ന് പുറത്താവും. ഞാനിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഈ 5 പേരാണ് സ്ലോവസ്റ്റ് ആയിട്ടുള്ളവർ ഈ Q1-ൽ. അപ്പോൾ അവർ എലിമിനേറ്റ് ആയി പോവും. അത് കഴിഞ്ഞ് വരുന്നതാണ് Q2. നമ്മൾ Q2-ലോട്ട് വരുമ്പോഴും ഇതേ സെയിം രീതി തന്നെയാണ് Q2-ൽ നോക്കുന്നത്. Q2-ൽ 15 പേരായിരിക്കും. 15 പേർക്കായിട്ട് 18 മിനിറ്റ് കൊടുക്കുന്നു. അവരവരുടെ ബെസ്റ്റ് ലാപ്പ് ടൈം അവർ മാർക്ക് ചെയ്യുന്നു. അതിൽ നിന്നും ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള 5 പേര് പുറത്താവും. ഈ 5 പേരും ഔട്ടായി. സോ ടോട്ടൽ 10 പേര് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. ഈ 10 പേരാണ് അവസാനത്തെ 10 പേര് വരുന്നത്, അതായത് ഗ്രിഡിന്റെ ലാസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ 10 പേര്. ഇനിയാണ് Q3-ലോട്ട് പോകുന്നത്. Q3-ൽ ടോട്ടൽ കൊടുക്കുന്നത് 12 മിനിറ്റ് ആണ്. ഈ 12 മിനിറ്റിൽ ഈ 10 പേര് റേസ് ചെയ്യും ബെസ്റ്റ് ലാപ്പ് ടൈം സ്കോർ ചെയ്യാനായിട്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ലാപ്പ് ടൈം സ്കോർ ചെയ്യുന്നവർ P1 വരും, അത് കഴിഞ്ഞ് P2, സോ അങ്ങനെ P10 വരെ. സോ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ Q1-ലും Q2-ലും Q3-ലും ഈ ഡ്രൈവേഴ്സിന് അങ്ങ് ജസ്റ്റ് സ്പീഡിൽ അങ്ങ് ഓടിച്ചാൽ മതിയല്ലോ, അവർ ഒന്നാമത് എത്തുമല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല സത്യത്തിൽ പോകുന്നത്. കാരണം ഇതിൽ ഒരുപാട് സ്ട്രാറ്റജീസ്, ഈവൻ നമ്മുടെ ക്വാളിഫയിങ് സെഷൻസിൽ വരെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മുടെ ഈ കാറുകളെ നമുക്ക് 3 തരംതിരിക്കാം. ഒന്ന് ഡൊമിനൻറ്റ്, ഒന്ന് മിഡ് ഡൊമിനൻറ്റ്, പിന്നെ ലോ പെർഫോമൻസ്. ഇപ്പോൾ ഡൊമിനൻറ്റ് കാർ എന്ന് പറയുമ്പോൾ മക്ലാരൻ, മെഴ്സിഡസ്, റെഡ് ബുൾ ഇവരെല്ലാം നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവരുടെ കാറുകൾ മികച്ച രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരുടെ എയറോഡൈനാമിക്സ് നല്ല ബെറ്റർ ആയിട്ടാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും Q1 സെഷൻസിൽ സേഫായിട്ട് Q2-ലോട്ട് പോകാനായിട്ട് കഴിയും. മിഡ് റേഞ്ചിൽ കിടക്കുന്ന വണ്ടികൾക്കാണെങ്കിലും പോകാൻ കഴിയും. പക്ഷേ നമ്മുടെ ലോ പെർഫോമൻസ് കാറുകൾക്ക് അങ്ങനെയല്ല. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് ആയിട്ട്, അതായത് ഇപ്പോൾ ഈ വർഷത്തെ
2026 നോക്കുവാണെങ്കിൽ ആസ്ട്രോൺ മാർട്ടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ വർഷം F1 വന്ന കാഡിലാക്കിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. ഇവരെല്ലാവരും ലോ പെർഫോമൻസ് കാറുകളാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും Q1 നിന്ന് Q2 പോയേ പറ്റത്തുള്ളൂ. അവർക്കിതൊരു ജീവൻ മരണ പോരാട്ടമാണ്. പക്ഷേ Q1 പൊതുവെ ലോ പെർഫോമൻസ് കാറുകൾ ഔട്ടാവുന്നു. Q2 എത്താൻ നേരത്ത് മിഡ് പെർഫോമൻസ് കാറുകൾ പൊതുവെ ഔട്ടാവുന്നു. പിന്നെ Q3 എത്തുമ്പോൾ ഇവിടെയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞുകൊണ്ട് റിയൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ Q3 എത്തുമ്പോഴത്തേക്കും ഇവിടെ ടയറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് വഹിക്കുന്നത്. ടയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ടയറുകളുണ്ട്, അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്, ആ ടയർ എങ്ങനെയാണ് ഒരു റേസിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നുള്ളതെല്ലാം ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാം. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ സ്റ്റോറി. ഇപ്പോൾ ഈ ടയർ ഒരു സെറ്റ് ഓഫ് ടയേഴ്സാണ് ഈ ക്വാളിഫയിങ്ങിനും അതിൻ്റെ ഒപ്പം തന്നെ റേസിനുമായിട്ട് കൊടുക്കുന്നത്. അത് ഫിക്സ്ഡ് ആണ്, അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ക്വാളിഫയിങ്ങിന് യൂസ് ചെയ്ത ടയേഴ്സ് തന്നെ നമുക്ക് റേസിന് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ Q1 ഒരു സെറ്റ് ഓഫ് ടയേഴ്സ് യൂസ് ചെയ്തു, നല്ല സ്പീഡ് കിട്ടി. Q2 അടുത്ത സെറ്റ് യൂസ് ചെയ്തു, Q3 അടുത്ത സെറ്റ് ചെയ്തു. അങ്ങനെയല്ല പോകുന്നത്. Q1 യൂസ് ചെയ്ത ടയേഴ്സ് തന്നെയാണ് മോസ്റ്റ്ലി Q2 Q3 യൂസ് ചെയ്യുന്നത്. സോ സപ്പോസ് ഒരു മോസ്റ്റ് ഡൊമിനൻ്റ് ആയിട്ടുള്ള മക്ലാരൻ Q3 എത്തി. പക്ഷേ അവർ Q1 Q2 ടയറിന് നല്ലപോലെ പുഷ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ടയറിന് വേണ്ടത്ര ഗ്രിപ്പ് Q3 കിട്ടത്തില്ല. സോ അതോടെ അവർക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടത്തില്ല. ആ ഒരു കാരണം കൊണ്ട് ഒരുപക്ഷെ അവർക്ക് പോൾ പൊസിഷൻ അല്ലെങ്കിൽ ഗ്രിഡിൽ ഫസ്റ്റ് നിൽക്കുക എന്നുള്ള ഒരു ചാൻസ് അവരുടെ നഷ്ടമാണ്. സോ അതിനനുസരിച്ച് ഒരുപക്ഷെ ഇവർക്ക് ഇവരുടെ എന്താ പറയുക കാൽക്കുലേഷൻസ് ചേഞ്ച് ചെയ്യേണ്ടി വരും, സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യേണ്ടി വരും, അവർ Q1 Q2 ഓടിക്കേണ്ട രീതി ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു സ്ട്രാറ്റജിയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ എൻഡ് ഓഫ് ദ സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റജിയും കാൽക്കുലേഷൻസും എല്ലാം കണക്കിലെടുത്ത് ഇവർ ക്വാളിഫയിങ് സെഷൻസിൽ ഒന്നാമതെത്തുന്നു, അതായത് പോൾ പൊസിഷനിലെത്തുന്നു. അതിനുശേഷം ആ പോൾ പൊസിഷനാണ് പിന്നെ റേസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇതോടുകൂടി എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ക്വാളിഫയിങ് സെഷൻസിനെ കുറിച്ചുള്ളത്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസും നോളജും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടേണ്ടതാണ്. അതിൻ്റെ ഒപ്പം തന്നെ F1 കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ കൂട്ടുകാരോടും പറയുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. മുഹമ്മദ് അലി അമേരിക്കയിൽ വെച്ച് മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. കേരളത്തിലെ കായിക രംഗത്ത് ഒരു പ്രഗത്ഭനായിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. കായിക രംഗത്ത് അദ്ദേഹം ഗോൾഡ് മെഡൽ നേടി നമ്മുടെ കേരളത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്താൻ, ലോകരാഷ്ട്രങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കേരളത്തിന്റെ ദുഃഖം, കായിക ലോകത്തിന്റെ ദുഃഖം ഞാൻ അറിയിക്കുകയാണ്.